തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ റാഗിംഗ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അറിയുന്നു. ഈ റാഗിങ്ങിന് വിധേയമായ കുട്ടി ഇപ്പോൾ ഷബീദ് റാവത്തിനൊപ്പം ചേരുകയാണ്. ഷബീദ്, യഥാർത്ഥത്തിൽ ഈ കുട്ടി കടന്നുപോയ ഏറ്റവും വലിയ അക്രമത്തിൻ്റെ വഴികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പുറത്ത് പറയല് ഇപ്പോൾ സാറുമാരടുത്തൊന്നും പറയല്, സാറുമാരെ ഫ്രണ്ടിയിട്ട് അടിക്കുമെന്നൊക്കെ പറഞ്ഞു. എത്ര സമയമാണ് ഈ നിങ്ങളെ കൊണ്ട് ഈ യൂണിറ്റ് റൂമിൽ കൊണ്ട് ഇത്തരം ക്രൂരമായി മർദ്ദിച്ചത്? അരമണിക്കൂറുകളിൽ, ഏകദേശം 1 മണിക്കൂറൊക്കെ ആവാറായി കാണും. അരമണിക്കൂറുകളിലുണ്ടായിരുന്നു. ബെൽറ്റ് കൊണ്ടൊക്കെ അടിച്ചു? ബെൽറ്റ് കൊണ്ടൊക്കെ അടിച്ചു. സ്റ്റെമ്പ് കൊണ്ടും അടിച്ചു? സ്റ്റെമ്പ് കൊണ്ട് അടിച്ചില്ലേ, ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരുന്നു, കൈ കൊണ്ടാണ് അടിച്ചത്. വേറെ എന്തൊക്കെയാ ചെയ്തേ? വേറെ ഞാൻ അവിടെ പിടിച്ചിട്ടിരുന്നു, പിന്നെ അവിടെ വെച്ച് കുറേ അടി വന്നു. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെയും വിളിച്ചു എൻ്റെ അടുത്ത് കോളേജ് വരെ, പക്ഷെ ഞാൻ വന്നില്ല. നിങ്ങൾ ഈ സംഭവത്തിന് ശേഷം ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ നിന്ന് വീണ്ടും വിളിച്ചു? ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ വീണ്ടും വിളിച്ചു, കോളേജ് വന്നു. ഞാൻ പക്ഷെ പോയില്ല, എനിക്ക് അടിക്കാനായിരുന്നു അറിയാമെന്ന്, അതുകൊണ്ട് പിന്നെ പോയില്ല. ഈ അടിക്കാനുള്ള കാരണം ഈ അഭിഷേക് നിങ്ങൾ നടന്നു വരുന്നപ്പം നിങ്ങളെ രണ്ടുപേരെയും തടഞ്ഞു നിർത്തിയിട്ടായിരുന്നു നമ്മൾ അടിച്ചത്. അവിടെ വെച്ച് തന്നെ അടിച്ചു? അവിടെ വെച്ച് തന്നെ അടിച്ചു. അതേതായിരുന്നു കറക്റ്റ് സ്ഥലം? ക്യാമ്പസിൽ? നാലുകെട്ടിൽ വെച്ച് അടിച്ചതിന് ശേഷം യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു സംഭവം. ഈ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് മുട്ടുകുത്തിയിരിക്കാനൊക്കെ പറഞ്ഞില്ലേ, മുട്ടുകാലം അടിച്ചോടിക്കുമെന്ന് പറഞ്ഞു. ആരൊക്കെ നടത്തി? SFIയുടെ അവിടുത്തെ ചുമതലയുള്ള ആൾക്കാർ തന്നെയാണ്? അതെ, SFIയിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. എൻ്റെ തോന്നി ഇനി കോളേജിൽ കയറൂല, നിന്നെയൊന്നും കോളേജിൽ കയറ്റൂല, നിൻ്റെ എന്തോന്ന് പഠിപ്പിക്കുകയൊന്നുമില്ല, കോളേജിൽ കയറ്റി ഇനി കോളേജിൽ നിന്ന് ഇനിയും അടിക്കും. വാല്യു പറഞ്ഞു ഇതേപോലെ തന്നെ ഇനി റാഗിയോന്ന് വാല്യു പറഞ്ഞു. എക്സാക്ട്ലി ബെൽറ്റ് കൊണ്ട് അടിച്ചാലുള്ള പേര് പറയാൻ പറ്റുമോ? ബെൽറ്റ് കൊണ്ട് കയ്യിൽ ചുറ്റിയിട്ടാണ് അടിച്ചത്. ഞാൻ പെട്ടെന്ന് മുഖം നിർത്തി. എൻ്റെ പേര് സൽമാൻ എന്നാണെന്ന് തോന്നുന്നു. എത്ര പേരുണ്ടായിരുന്നു അവർ? കുറച്ച് പേരുണ്ടായിരുന്നു, 7-8 പേരുണ്ടായിരുന്നു. 7 പേരുണ്ട്? അത് തന്നെ, കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുനിച്ച് കുത്തിയൊക്കെയാണ് അടിച്ചത്. ഇപ്പോൾ കാണാൻ പറ്റില്ല, കുറേ വളഞ്ഞു നിന്നാണ് അടിച്ചത്. നന്നായിട്ടൊന്ന് പരിക്കേറ്റ് ആശുപത്രി ചികിത്സ തേടിയായിരുന്നു? ചികിത്സ നേടിയായിരുന്നു. നെഞ്ചിലും തലയിലൊക്കെ അടിക്കിട്ടിയപ്പോൾ അത് ഞാൻ ആശുപത്രി ചികിത്സ മെഡിസിനൊക്കെ തന്നായിരുന്നു. ഇവരതിന് ശേഷം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ മർദ്ദിക്കുന്ന സമയത്തൊക്കെ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ മർദ്ദിക്കുകയായിരുന്നു. ഇതിലേക്ക് നയിച്ച കാരണം എന്താ? ഈ അഭിഷേകമായിട്ടുള്ള പ്രശ്നമാണോ? അല്ലല്ല, അത് നമ്മളിങ്ങനെ നടന്നപ്പോൾ ചുമ്മാ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അറിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അടിക്കുമായിരുന്നു. ഒരു പ്രകോപനം ഇല്ലായിരുന്നു? ഇല്ല, ഒരു പ്രകോപനം ഇല്ലായിരുന്നു. അഭിഷേക് കൂടി പ്രിൻസിപ്പൽ റൂമിൽ കയറുണ്ട്, സുഹൃത്തായ അഭിഷേകിന് അടി കിട്ടിയില്ല? അഭിഷേകിന് അടി കിട്ടിയില്ല. അങ്ങനെ എന്നിട്ട് അവൻ പാങ്ങമ്പാറ പോയപ്പോൾ അവിടെ പോയി അവൻ അടിച്ചു. അപ്പോൾ അവൻ്റെ അച്ഛൻ പിടിച്ചു മാറ്റിയപ്പോൾ അവൻ്റെ അച്ഛൻ്റെ പേരിലും കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത്. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ പേരിലും കേസൊക്കെ കൊടുത്തവർ അവിടെ വെച്ച് അടിയായി പാങ്ങമ്പാറ. നിങ്ങൾ ഇതിനകത്ത് ഇവരെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി, അതല്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിലേക്ക് ഒന്നാണ് ഇവരെ ചൊടിപ്പിച്ചത്? എന്താ അതിനെ പറ്റി അറിയില്ല. എന്താണെന്നറിയില്ല? ഒരു കാരണമില്ലാതെ അടിച്ചു? നമ്മളിങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ച് അടിക്കുകയായിരുന്നു. സ്ഥിരമാണ് ഇത്? മറ്റുള്ളവർക്ക് ഇത് അനുഭവം ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ അതിനെ പറ്റി. ഏതായാലും എസ്കേൻ, ഈ വളരെ ക്രൂരമായൊരു സംഭവത്തിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി നടത്തിയത്. കാരണം ജയസിദ്ധാർത്ഥൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയപ്പോൾ കേട്ടത് മറ്റൊരു റാഗിംഗ് വാർത്ത. ഏതായാലും ആൻറ്റി റാഗിംഗ് സെല്ല് ഈ വിഷയത്തിൽ ഇതിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വിഷയത്തിൽ മറ്റ് നടപടികൾ, കൂടുതൽ വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എസ്കേൻ, ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. റാഗിങ്ങിൻ്റെ കൂടുതൽ വാർത്തകൾ ഓരോ കോളേജിൽ നിന്നും പള്ളിക്കൂടത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചിതമായ കർക്കശമായ നിലപാടുകൾ സർക്കാർ എടുത്തില്ലെങ്കിൽ ഈ എന്നേക്കുമായി നമ്മൾ അവസാനിപ്പിച്ചു എന്ന് കരുതിയ ഈ സാമൂഹ്യ വിരുദ്ധ പ്രതിഭാസം വീണ്ടും നമ്മുടെ കലാലയങ്ങളിലേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്തൊരു നിശ്ചയദാർഢ്യവും ആർജവും സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും റാഗിങ് തങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് അടപടലം അറുത്തുമാറ്റാൻ തീരുമാനിക്കുകയും വേണം.